വെൽക്കം ടു DS വേൾഡ്. ഞാൻ ഇന്ന് ആദ്യമേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയുന്നുണ്ട്. ഇനി ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോപ്കോൺ ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ റെസിപ്പീസ് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്ത ചില ഓൾട്രേഷൻസ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ആ സെയിം ടേസ്റ്റും ആ സെയിം ക്രിസ്പിനെസ്സും എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി 300 ഗ്രാം ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ചിലവർ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിപ്പം ഇവിടെ ആർട്ടിഫിഷ്യൽ കളറിങ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ചെറിയ പീസ് ഓഫ് ഇഞ്ചിയും പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും പിന്നെ ഒരു പകുതി സവാളയും കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ തരിയൊന്നും കാണാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അത് അരച്ചെടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് ഞാനിപ്പോൾ 2 ടീസ്പൂണ് തൈരാണ് ചേർക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. തരിയൊന്നും ഇരിക്കാൻ പാടില്ല. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മുട്ടയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ഇതിനെ വന്ന് ഫ്രിഡ്ജിനകത്ത് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും അതിനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. എന്നാലേ ഇതിനകത്തുള്ള മസാല എല്ലാം ആ ചിക്കനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. നമ്മൾ ഇതിന് വരം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലവർ ഈ ഓറിഗാനോ ചേർക്കാറുണ്ട്, ചില്ലി സോസ് ചേർക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ വച്ചിട്ട് നമുക്ക് എടുക്കാം. അതിൽ ഒരു പ്ലേറ്റിനകത്ത് ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾ കോൺഫ്ലവർ മാത്രം വേണമെങ്കിലും ചേർക്കാം. മൈദ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടി ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവർ മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇതിനകത്ത് ഇപ്പം ഒരു സെപ്പറേറ്റ് ബൗളിനകത്ത് ഞാൻ ഒരു മുട്ട എടുത്ത് ഉടച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മുട്ട വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ഉടച്ച് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ ഇത്രയും കൂടി ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. സെയിം കാശ്മീരി മുളക് പൊടി. കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇച്ചിരി എരിവ് കൂടുതലാണ് ചേർക്കുന്നതെന്ന്. നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ 2 വറ്റൽമുളക് ചേർത്തിട്ട് അത് അവർ ചേർത്തപ്പോഴത്തേക്ക് ഭയങ്കര എരിവായിപ്പോയി. അപ്പം നിങ്ങളെ ആവശ്യത്തിന് നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ എരിവ് യൂസ് ചെയ്യുന്നത് അത് കണക്ക് നിങ്ങൾ ചേർക്കുക. ഞാനിപ്പം എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എരിവും മെഷർമെൻറ്റ്സുമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂണ് പെപ്പറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. പെപ്പറും ചേർക്കുമ്പോഴും സൂക്ഷിക്കണം, എരിവിൻ്റെ കാര്യം സൂക്ഷിക്കുക. പിന്നെ മുട്ടയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഇപ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുത്തിട്ട് ഓരോരോ പീസായിട്ട് നമ്മളിതിനകത്ത് ഡിപ്പ് ചെയ്ത് ആ പീസിനകത്ത് നല്ലോണം ഈ പൗഡർ നല്ലോണം
പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നല്ലോണം അത് മിക്സ് ചെയ്ത് നമുക്ക് ഓരോരോ പീസായിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് ഇതെല്ലാ ചിക്കൻ പീസും നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ മുട്ടയ്ക്കകത്ത് അത് മിക്സ് ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മളിപ്പം കടയിൽ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ലെയർ ചിക്കനെക്കാട്ടും അതിൻ്റെ മുകളിലിരിക്കുന്ന ലെയേഴ്സാണ് കൂടുതൽ. അപ്പോൾ അതുപോലെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു പ്രാവശ്യം പൗഡറിനകത്ത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മുട്ടയ്ക്കകത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പൊടികളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം അതേപോലെ ചിക്കനകത്ത് മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്ത് ഈ പൗഡറും ഒന്നും കൂടി ആ കോട്ടിങ് കൊടുക്കുക. അപ്പം 2 പ്രാവശ്യം ആ കോട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ക്രിസ്പിനെസ് കിട്ടിക്കൊള്ളും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് നമുക്കിത് വീണ്ടും ഒന്നും കൂടി ചെയ്ത് നമുക്കിതെല്ലാ ചിക്കനും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് പൊരിക്കുന്ന കാര്യം നോക്കാം. നമുക്ക് പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാവുമ്പം നമുക്കൊന്നൊന്ന് പൊരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ ഈ പോപ്കോൺ ചിക്കൻ. ഇത് നമ്മൾ ഓയിലിനകത്തിട്ട് പൊരിച്ചെടുക്കുമ്പം ഈ ഓയിൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിലാവല്ലേ, ഓവർ ഹീറ്റായി പോവല്ലേ. സാധാ ഹീറ്റിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ പുറത്തുള്ള ലെയർ മാത്രമേ അത് വേവത്തുള്ളൂ, കരിഞ്ഞും പോവും. അകത്തുള്ള ചിക്കൻ ഒരിക്കലും വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോരോ ചിക്കനായിട്ട് ഇട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അത് ചിക്കൻ ഇത് ഫ്രഷ് ചിക്കനാണ്, നേരത്തെ വേവിക്കാത്ത ചിക്കനാണ്. അപ്പം കുറച്ചുകൂടി സമയം എടുത്തിട്ട് അത് വേവിക്കാൻ വിടണം. നല്ലോണം വെന്ത് എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അത് വേവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്, പൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാനുള്ള സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ പോപ്കോൺ ചിക്കൻ എല്ലാവരും ആഗ്രഹിക്കുന്ന പോപ്കോൺ ചിക്കൻ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്ത ചിക്കൻ. അപ്പം നിങ്ങളിത് കഴിക്കുക, ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ദിയാസ് വേൾഡ്.